രാത്രിയിൽ നിയമവിരുദ്ധമായി പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മാനസിക പീഡനം നേരിട്ട ദളിത് യുവതി ആർ ബിന്ദുവിനെ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സന്ദർശിച്ചു. സർക്കാർ ബിന്ദുവിനൊപ്പമാണ് എന്ന് മന്ത്രി അറിയിച്ചിട്ടുമുണ്ട്. സംഭവത്തിൽ പേരൂർക്കട SIയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണത്തിന് ശേഷം നടപടികൾ ഉണ്ടാകുന്നതായിരിക്കും. സംസ്ഥാന സർക്കാരിന് ജനകീയമായ പോലീസ് നയമുണ്ട്. അത് ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. പോലീസ് സേനയിലെ ചെറിയ വിഭാഗമാണ് മൊത്തം സേനയ്ക്ക് അവമതിപ്പ് ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുന്നത്. ഇത് അനുവദിക്കുന്ന കാര്യമല്ല. ബിന്ദുവുമായുള്ള കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് MLA, ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ജയദേവൻ, DK മുരളി MLA തുടങ്ങിയവരും മന്ത്രിക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. കുടപ്പനക്കുന്ന് NCC റോഡിലെ വീട്ടിൽ നിന്ന് ഏപ്രിൽ 19-നാണ് മാല കാണാതായത്. 23-ന് പോലീസിൽ പരാതി ലഭിച്ചു. അന്ന് വൈകിട്ട് 4-ന് അമ്പലമുക്കിലെ ബസ് സ്റ്റോപ്പിൽ വീട്ടിലേക്ക് പോകാൻ ബസ് കാത്തുനിന്ന ബിന്ദുവിനെ പേരൂർക്കട സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് എത്താൻ ആവശ്യപ്പെടുകയായിരുന്നു. 24-ന് രാവിലെ 9-ഓടെ വീട്ടുടമ ഓമനയും മക്കളും സ്റ്റേഷനിലെത്തി മാല കിട്ടിയെന്ന് അറിയിച്ചു. 11:30-ഓടെ SI പ്രസാദ് ബിന്ദുവിനെ മുറിയിലേക്ക് വിളിച്ച് പരാതി പിൻവലിച്ചെന്ന് അറിയിക്കുകയായിരുന്നു. എന്നാൽ മാല തിരിച്ചു കിട്ടിയ വിവരം പോലീസ് പറഞ്ഞില്ല എന്നും ബിന്ദു പരാതിയിൽ പറയുന്നുണ്ട്. പ്രതിയെന്ന് സംശയിച്ച് കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ വീട്ടുകാരെ അറിയിക്കാത്തതും വിവരമറിഞ്ഞ് വീട്ടുകാർ വിളിച്ചപ്പോൾ ഒരു വിവരവും നൽകാത്തതും ഗുരുതര കുറ്റം തന്നെയാണ്. തൊണ്ടി മുതൽ കണ്ടെടുക്കാൻ എന്നുള്ള പേരിൽ അർദ്ധരാത്രി യുവതിയുമായി വീട്ടിലെത്തി പരിശോധന നടത്തുന്നതും ചെയ്യാൻ പാടില്ലാത്തതാണ്. സംഭവത്തിൽ കൂടുതൽ പോലീസുകാർക്കെതിരെ നടപടിക്കൊരുങ്ങുകയാണ് എന്ന് ആഭ്യന്തര വകുപ്പ് പറയുന്നുമുണ്ട്. പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ കൂട്ട സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട് എന്നും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അന്വേഷണ റിപ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറിയിട്ടുണ്ട്. സ്വർണമാല മോഷ്ടിച്ചെന്നാരോപിച്ച് അമ്പലമുക്ക് സ്വദേശികളായ വീട്ടുകാർ നൽകിയ പരാതിയിലാണ് വീട്ടുജോലി ചെയ്ത് ഉപജീവനം നടത്തുന്ന ബിന്ദുവിനെ പേരൂർക്കട പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. 20 മണിക്കൂറോളം പോലീസ് ബിന്ദുവിനെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒടുവിൽ മോഷണം പോയി എന്ന് പരാതി ലഭിച്ച 18 ഗ്രാം തൂക്കം വരുന്ന സ്വർണമാല പരാതിക്കാരായ ഗൾഫുകാരുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തുകയായിരുന്നു. ഇക്കാര്യം ബിന്ദുവിനെ അറിയിക്കുക പോലും ചെയ്യാതെ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്നാണ് ആരോപണം. എന്നാൽ FIR റദ്ദാക്കാതെ പോലീസ് തുടർ നിയമ നടപടിക്ക് പോയതോടെ മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും പട്ടികജാതി കമ്മീഷനും ബിന്ദു പരാതി നൽകുകയായിരുന്നു. കഴിഞ്ഞ മാസം 23-നായിരുന്നു സംഭവം നടന്നത്. പോലീസിനെതിരെ പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയപ്പോൾ P ശശിയിൽ നിന്ന് ലഭിച്ച മറുപടി തൃപ്തികരമല്ല എന്ന് ബിന്ദു ആരോപിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ശശി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ബിന്ദു ഓഫീസിൽ വന്നിരുന്നു എന്ന് ശശി പറയുകയാണ്. ബിന്ദുവിന്റെ കേസ് ഗൗരവമായി എടുത്തിട്ടുണ്ടായിരുന്നു. പോലീസിനോട് അന്വേഷിച്ച് നടപടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പരാതി നൽകിയ സ്ത്രീക്കെതിരെ കേസ് എടുക്കണമെന്ന് ബിന്ദു പറയുകയായിരുന്നു. അക്കാര്യത്തിൽ നിങ്ങൾ നിയമപരമായി നീങ്ങണമെന്ന് ശശി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശശി പോലീസിനെതിരായി നടപടി എടുക്കുകയാണ് എന്നും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം പറയുന്നുമുണ്ട്. പരാതി നൽകിയത് സ്ത്രീക്കെതിരെ കേസ് എടുക്കണമെങ്കിൽ അതിന് പരാതി നൽകുകയോ അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുകയോ വേണം. അതാണ് പറഞ്ഞത് എന്നും ശശി വ്യക്തമാക്കുകയാണ്.